ഹായ് ഫ്രണ്ട്സ്, റേഷൻ സംബന്ധമായിട്ടുള്ള ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻഫർമേറ്റീവായ വിവരമാണ്, എല്ലാവരും അറിയേണ്ട കാര്യമാണ്. APL BPL വ്യത്യാസമില്ലാതെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ ലഭിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. അതായത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ തരത്തിലുള്ള റേഷൻ ആനുകൂല്യങ്ങൾ നമുക്ക് നൽകിയിരുന്നു. അത്തരത്തിലുള്ള ആനുകൂല്യമായിരുന്നു മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള ഒരു വ്യക്തിക്ക് 5 കിലോ ധാന്യവും കാർഡിൽ ഒന്നിൽ കടലയോ പയറോ നൽകുക എന്നത്. അത് ഈ കഴിഞ്ഞ നവംബർ മാസം വരെയായിരുന്നു നൽകി വന്നത്. കടല പയർ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. മുൻ മാസങ്ങളിൽ അത് പെൻഡിങ് വന്നത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ അരി നിർത്തലാക്കിയിരുന്നു. അത് വീണ്ടും പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. പാർലമെൻറ്റ് ഭക്ഷ്യ പൊതുവിതരണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഈ ഒരു അരി വിതരണം, ഈ ഒരു സൗജന്യ അരി വിതരണം തുടരണമെന്നുള്ള ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരി വിതരണം നീട്ടി നൽകാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് വെള്ള നീല കാർഡുകാർക്ക് അരി വളരെ കുറവാണ്. അതുപോലെ ഒരു തരത്തിലും അരി ലഭിക്കാത്തത് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കാണ്. അപ്പം അത്തരം റേഷൻ കാർഡുകാർക്ക് ഒരു 15 രൂപ നിരക്കിൽ 5 കിലോ അരിയെങ്കിലും വിതരണം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തുന്നത്. അത് സംബന്ധമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കിറ്റ് നീട്ടിയ ഒരു കാര്യമാണ് പറയാനുള്ളത്. അത് നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, എന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ്. അതായത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇതുവരെ 6 കിറ്റുകളാണ് ലഭിച്ചത്. ഇപ്പോൾ വിതരണം നടക്കുന്നത് കൂട്ടിയിട്ടാണ് പറഞ്ഞത്. അതായത് 1000 രൂപയുടെ ആദ്യ കിറ്റ്, അതുപോലെ തന്നെ ഓണക്കിറ്റ്, അതിനുശേഷം 4 ഭക്ഷ്യ കിറ്റുകൾ. ഇനി ആ ഭക്ഷ്യ കിറ്റ് ഡിസംബർ മാസത്തോടു കൂടി അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കൂടി ഈ ഒരു ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഔദ്യോഗിക തീരുമാനം ഡിസംബർ 24 ശേഷം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു വിതരണം എന്തായാലും ഉണ്ടാകും. വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചു എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ റേഷൻ കാർഡ് ഇനി സ്മാർട്ടാവാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ 1 ഇന്ത്യ 1 റേഷൻ പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഇരട്ട റേഷൻ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ 2 റേഷൻ കാർഡുകളിൽ പേരുള്ള ആളുകൾ, ഇവരെയൊക്കെ കണ്ടെത്തി പുറത്താക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.